തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വലിയ തോതിൽ സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തിന് വേണ്ടി. സാധാരണ എല്ലാ സർക്കാരുകളും ചെയ്യാറുള്ളതാണ്, കുറെയൊക്കെ നമുക്കത് തെറ്റുമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. മുൻ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് ഒരു പത്രത്തിന്റെ രൂപത്തിൽ PRD ഇറക്കിയ ഒരു പരസ്യം വളരെ വിവാദമായി. ഇതാ UDF വന്നാൽ ഉടനെ തന്നെ ഇവിടെ കറണ്ട് കട്ട് ഉണ്ടാവാൻ പോകുന്നു, UDF വന്നാൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവാൻ പോകുന്നു, UDF വന്നാൽ ഇവിടുത്തെ എല്ലാ പദ്ധതികളും നിലയ്ക്കാൻ പോകുന്നു, ഒരു പദ്ധതി മുമ്പോട്ട് പോകില്ല തുടങ്ങിയ പ്രചരണങ്ങൾ, അതിൽ പലതും അസത്യവുമാണ്. അതുപോലെ 18 മാസം പെൻഷൻ കൊടുത്തില്ല, ഇതൊക്കെ വാർത്തയാക്കി കൊടുത്ത് ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു പ്രചരണം കൊടുക്കാമോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതിൽ വസ്തുതാപരമായി തെറ്റുണ്ട് എന്നുള്ളത് ഒരു കാര്യം, പരസ്യത്തിൽ വസ്തുതാപരമായി തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പരസ്യമാവണം. ഇത് പരസ്യമല്ല, വാർത്തയായിട്ടാണ് കൊടുത്തത്. വാർത്ത പോലെ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. PRD അങ്ങനെ കൊടുക്കാമോ? കാരണം ഈ പണം കൊടുക്കുന്നത് CPM അല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പണമാണ് PRD ഉപയോഗിക്കുന്നത്, ടാക്സ് പണം. ഇതിന് കോടാനുകോടി രൂപ ചെലവാക്കിയിട്ടുണ്ടോ, കോടിക്കണക്കിന് രൂപ വരും. മാതൃഭൂമിയിലും മനോരമയിലും ഹിന്ദുവിലും ഒക്കെ അങ്ങനെ കൊടുക്കണമെങ്കിൽ വലിയ തോതിലുള്ള പണം വേണ്ടി വരും. അങ്ങനെ കൊടുക്കാമോ? ഗവൺമെന്റ് നേട്ടങ്ങൾ കൊടുക്കുന്നതിൽ സാധാരണ എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ മുൻ ഗവൺമെന്റിനെ കുറിച്ച് വളരെ തെറ്റായ വിവരങ്ങൾ പത്രവാർത്ത പോലെ കൊടുക്കുന്നതിൽ ഒരു അസംബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ പവർ കട്ട് തന്നെ. കേരളത്തിൽ പവർ കട്ട് ഇല്ലാതായത് 2016 പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേറ്റ് പുതിയ പവർ പ്ലാന്റുകൾ കേരളത്തിൽ സ്ഥാപിച്ചത് കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. 2014 15 പവർ കട്ട് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ 2016 ശേഷം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പവർ കട്ടില്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പവർ കട്ടില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ പവർ കട്ടില്ലാത്തത്? അതിന് കാരണം ദേശീയ ഗ്രിഡ് വരികയും മാത്രമല്ല മൊത്തം ഉപഭോഗത്തിൽ കുറവ് വരികയും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയും മിച്ചം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുകയും ചെയ്തു. അത് ഗ്രിഡ് വഴി ഇന്ത്യയുടെ ഏത് സ്ഥലത്തേക്കും എത്തിക്കാം. സ്പോട്ട് ബില്ലിംഗ് വരെ ഉണ്ട്. അതിന് UDF ഉണ്ടാക്കിയ കരാറൊക്കെ റദ്ദാക്കി LDF വന്നു. അതിന്റെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പുതിയ കരാർ ഉണ്ടാക്കുമ്പോൾ വില കൂടുന്നുണ്ട്, അതിൽ കമ്മീഷന്റെ പ്രശ്നമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ പ്രധാനമായും ദേശീയ തലത്തിൽ തന്നെ വൈദ്യുതി അധികമായി ഉണ്ടായി എന്നുള്ളതാണ്, ദേശീയ ഗ്രിഡ് വന്നു എന്നുള്ളതാണ്. അത് മറച്ചുവെച്ച് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ പവർ കട്ടില്ല, UDF സർക്കാർ വന്നാൽ ഉടനെ പവർ കട്ട് വരും എന്ന് പറയുന്നത് അസംബന്ധമാണ്, അസത്യമാണ്. അതാണ് കാര്യം. ഇപ്പൊ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ പവർ കട്ടില്ല? ഇന്ത്യക്കാളും ഇവിടേക്കാളൊക്കെ വലിയ തോതിൽ പവർ കട്ട് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു ബംഗാൾ. അവിടെ ഇപ്പൊ പവർ കട്ടില്ലല്ലോ. ബംഗാളിൽ പവർ കട്ടില്ല, മമതാ ബാനർജി വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ കർണാടകയിലില്ല. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ വലിയ പവർ കട്ട് ഉണ്ടായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, അങ്ങനെ പവർ കട്ടില്ല. അതിന് കാരണം വൈദ്യുതി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ 18 മാസത്തെ പെൻഷൻ കൊടുത്തില്ല എന്നത് അത് LDFന്റെ ഒരു സാധാരണ പ്രചരണമാണ്. പക്ഷേ നിയമസഭയിൽ തോമസ് ഐസക് കൊടുത്ത മറുപടിയുണ്ട്, 3-4 മാസത്തെ പെൻഷനെ മുടങ്ങിയിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞത് PRD എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ പ്രചരണത്തിന് കുറച്ചൊക്കെ ഉപയോഗിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയ്ക്കും വസ്തുതാ വിരുദ്ധവും ഇത്രയ്ക്കും വാർത്ത കൊടുത്തതും PRD ഏതാണ്ട് പാർട്ടി ഓഫീസ് പോലെ PRD പ്രവർത്തിക്കുന്നു. നമ്മൾ മോഡി ഗവൺമെന്റിനെതിരെ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. PRDയും വിവിധ വകുപ്പുകളും BJPയുടെ വകുപ്പായി പ്രവർത്തിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ വകുപ്പാവുന്നു എന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. CBI BJPയുടെ വകുപ്പാവുന്നു, ED ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവുന്നു. ഇതൊക്കെ അത് കോൺഗ്രസും CPM-ഉം ഒരുപോലെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ വകുപ്പുകളെ ഇങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ്. കാരണം നാളെ ഇവിടെ ഒരു പാർട്ടി അല്ലല്ലോ ഭരിക്കുക, നാളെ വേറൊരു പാർട്ടി വരും. അവർ ചെയ്താൽ പിന്നെ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? നാളെ BJP ചെയ്താൽ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് PRD ഇത് ചെയ്ത് ശരിയല്ല. അതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. രമേശ് ചെന്നിത്തല അവരോട് പറഞ്ഞത് ഏറ്റവും പ്രധാനം, ഈ PRD ഉദ്യോഗസ്ഥർ അതിരുവിട്ടാണ് കളിക്കുന്നത്. ഈ അതിരുവിട്ട കളി വേണ്ട. ഭരണം മാറിയാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം പക്ഷെ ഞാൻ കാണുന്ന PRD ഉദ്യോഗസ്ഥൻ ഭരണം മാറിയാൽ ഒന്നുമില്ല, അവരൊക്കെ വേറെ ഏതെങ്കിലും ഡെപ്യൂട്ടേഷനിൽ പോകും, വേറെ PRD ഉദ്യോഗസ്ഥന്മാർ വരും. അപ്പൊ UDF-നോ കോൺഗ്രസിനോ വേണ്ടി ഇതുപോലെ ചെയ്യും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ അതിരുവിട്ട കളി PRD ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് വരികയും ഇപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പവർ കട്ടിനെ കുറിച്ചുള്ള ചർച്ച വളരെ നന്നായി വന്നു. ഇപ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ വന്നു, പെൻഷനെ കുറിച്ചുള്ള ചർച്ച വന്നു, മറ്റു പല കാര്യങ്ങളും വന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം PRD നിർത്തണം എന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് അങ്ങനെ അതിരുവിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്
എതിരെ നടപടി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. തീർച്ചയായും ആ മുന്നറിയിപ്പ് കുറച്ചു പേർക്കെങ്കിലും അല്പം അതിര് വിട്ട് കളിക്കുന്നതിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.